ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു പാനിലോട്ട് കുറച്ച് അമരപ്പയറും പിന്നെ കുറച്ച് സോയാബീനും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ അമരയ്ക്ക കഴിക്കത്തില്ലെന്ന് മാറ്റി വയ്ക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് വെള്ളം ഞാനിവിടെ അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടാക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ സോയാബീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഈ സോയാബീൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ 1 കപ്പ് സോയാബീനാണ് ചേർക്കുന്നത്. അപ്പം അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാവേ. ഇത് വേവാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇത് അവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇപ്പോൾ സോയാബീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ പരുവം വരെയൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് ഊറ്റി മാറ്റി എടുക്കണേ. അപ്പോൾ ഞാനിവിടെ വെള്ളത്തിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് അതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുക്കണേ. ഞാനിതൊന്ന് പിഴിഞ്ഞ് കളയുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ എല്ലാം ഞാൻ ഒന്ന് പിഴിഞ്ഞ് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇനി ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ടെന്ന് കൊടുക്കാം. ഇനി കൂടെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ഇനി അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സവാള ഇതുപോലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഒരുപാടങ്ങ് നിറം മാറുന്ന പോലെ ഒന്നും വഴറ്റിയെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുമല്ലോ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാവേ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്നങ്ങ് കുഴഞ്ഞു പോകുന്ന പരുവം വരെ ഒന്നും വഴറ്റണ്ട. ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ ഒന്ന് മതിയാവേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പോളം വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇനി ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ അമരപ്പയറുണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അമരപ്പയർ വേവാനുള്ള വെള്ളമാണ് ഞാൻ ചേർത്തത്. അപ്പോൾ അമരപ്പയർ ഒരുപാടങ്ങ് കനം കുറച്ച് വളരെ ചെറുതായിട്ടൊന്നും അല്ല അരിഞ്ഞേക്കുന്നത്. അത്യാവശ്യം ചെറുതായിട്ട് അല്പം വലുതായിട്ട് തന്നെയാണ് അരിഞ്ഞേക്കുന്നത് ഇതുപോലെ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടേ ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ അമരയ്ക്കൊക്കെ വേവാനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്തെടുക്കാവേ. ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഈ അമരയ്ക്കൊക്കെ ഒന്ന് വെന്ത് വരണം. അതുവരെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ചു വെച്ചാൽ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ്. അമരയ്ക്കൊക്കെ നന്നായിട്ടൊന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ കളറൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയതുണ്ടോ. അപ്പം ഈ പരുവൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച് മാറ്റി വെച്ചേക്ക് നമ്മുടെ സോയ ചങ്ക്സും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് ഇതുവരെയും ഇങ്ങനെ ഒരു ഈ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ആ സോയ ചങ്ക്സ് ചേർത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂണോളം സാമ്പാർ പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സാമ്പാർ പൗഡർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ മെഴുക്കുവരട്ടിക്ക് നല്ല ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു സാമ്പാർ പൗഡറാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാവേ.
അപ്പോൾ ഇനി ചെറുതായിട്ട് കുറച്ച് വെള്ളം ഞാനൊന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്, അല്പം മോയ്സ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴും നല്ലൊരു ടേസ്റ്റുള്ള ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ ഈ അമരക്കയൊക്കെ അങ്ങോട്ട് മാറ്റി വേണ്ടാന്ന് പറഞ്ഞ് വെക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കൂ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാണ്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടിപൊളി നമ്മുടെ സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിലേ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടെ തരാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.